ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഒരു 6 പാപങ്ങൾ, അടിച്ചാൽ തിരിച്ചടിക്കുന്ന പാപങ്ങൾ, വേണമെങ്കിൽ അതിന് ബൂമറാങ് പാപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ ഗൂഗിൾ ചെയ്താലും മനസ്സിലാകും. ബൂമറാങ് നമ്മൾ പരിചയമുള്ള ഒരു സാധനമായിരിക്കാം. തടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കളിപ്പാട്ടമായിട്ടോ ആയുധമായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ബൂമറാങ്. അത് നമ്മൾ അങ്ങോട്ടെറിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് ബൂമറാങ് എന്ന് അത് വിളിക്കപ്പെടുന്നത്. ഇനി ഏതാണ്ട് ഇതേ ഇഫക്റ്റുള്ള പാപങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ആ ഒരു സന്ദേശം ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നതാണ്. ഈ പാപങ്ങൾ ചെയ്താൽ അത് നമ്മുടെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. നമുക്ക് ഏതാനും വചനങ്ങൾ എടുത്തുകൊണ്ട് ഈ ഒരു താക്കീത് ദൈവം നമുക്ക് നൽകുന്നതാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടിരിക്കാം. ഒബാദിയ 1:15 പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ വീഴും, നിന്റെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ നല്ലത് ചെയ്താൽ അനുഗ്രഹമായിട്ട് അത് നമ്മുടെ തലയിൽ വീഴും. നമ്മൾ മോശം പ്രവൃത്തി ചെയ്താൽ, ക്രൂരത പ്രവർത്തിച്ചാൽ നമ്മുടെ തന്നെ തലക്കെട്ട് അത് തിരിച്ചടിക്കും എന്നുള്ളത് കർത്താവിൻ്റെ ഈ വചനം ഓർമ്മിപ്പിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട്, എവറി ആക്ഷൻ ആസ് എ റിയാക്ഷൻ. നമ്മൾ വാഹനമാണേലും വാഹനത്തോട് നമ്മൾ ഏത് രീതിയിൽ പെരുമാറുന്നു അതനുസരിച്ച് വാഹനം പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ബ്രേക്ക് ഔട്ടിയാൽ വണ്ടി നിൽക്കും, ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ഓടും, കൂടുതൽ ശക്തമായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഇതെല്ലാം നമ്മൾ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 55-ഉം 59-ഉം 2 വചനങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ശ്രേഷ്ഠന്മാരെ നോക്കി ദാനിയേൽ പറഞ്ഞൊരു കാര്യം, നിന്റെ തുണ നിന്റെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. നീ ഇപ്പോൾ പറഞ്ഞത് നുണയാണ്, നിനക്കറിയാതെ പച്ചക്കള്ളമാണ് നീ പറഞ്ഞത്, അത് നിന്റെ തന്നെ തലക്കെട്ട് തിരിച്ചടിക്കും. അത് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ അധ്യായം വായിക്കുമ്പോൾ. പുറപ്പാട് 20:5 വായിച്ചാൽ നിന്റെ പ്രവൃത്തികളുടെ അതിൻ്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. 3-4 തലമുറ വരെ നിന്റെ പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. ഹോസിയ 8:7 എടുത്താലോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കാറ്റ് വിതയ്ക്കും നീ കൊടുങ്കാറ്റ് കൊയ്യും. നീ കാറ്റ് വിതച്ചാൽ നീ കൊയ്യുന്നത് കൊടുങ്കാറ്റ്. അത് വെച്ച് നമ്മൾ പാട്ടൊക്കെ രൂപപ്പെടുത്തി പാടാറുള്ളതാണ്. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരും. ജെറമ്യായുടെ പുസ്തകം 28:13 കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മരം കൊണ്ടുള്ള നുകം നീ ഒടിച്ചാൽ അതിന് പകരം ഇരുമ്പ് കൊണ്ടുള്ള നുകം നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാം ദൈവം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും, അതിൻ്റെ പ്രത്യാഘാതം നീ അനുഭവിക്കേണ്ടി വരും. നമുക്കിനി നേരെ ആ 6 ബൂമറാങ് പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേതാണ് ജഡജീവിതം. ജഡികരായി ജീവിച്ചാൽ എന്തുണ്ടാകും, നമുക്കെന്ത് സംഭവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 6:7 മുതൽ വായിച്ചാൽ, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും. റോമ 8:13 അതേ സന്ദേശം നമുക്ക് നൽകുന്ന കാണാൻ പറ്റും. ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കേണ്ടവർക്ക് നിഹനിക്കാം, അങ്ങനെയുള്ളവർ നിത്യജീവൻ പ്രാപിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് നൽകുന്നത് ശക്തമായ ഒരു സന്ദേശമാണ്. ഒരാൾ സൂചിപ്പിച്ച ഒരു കാര്യം, 1/2 മണിക്കൂർ സമയത്തെ ജഡസുഖം. അവരെങ്ങാണ്ട് നോർത്ത് ഇന്ത്യ പോയപ്പോഴത്തേക്കും അങ്ങനെ ഒരു പാപസുഖത്തിന് പോയതാണ്. അതിലൊരാൾ എയ്ഡ്സ് രോഗിയായി മാറി. ഞാൻ പറഞ്ഞൊരു കാര്യം, ആകപ്പാടെ 1/2 മണിക്കൂർ സമയത്തെ ജഡസുഖം. ഇനി ആയുഷ്കാലം മുഴുവൻ എയ്ഡ്സ് രോഗിയായിട്ട് കഴിയേണ്ടി വരുന്ന ആ ഒരവസ്ഥ. ജഡസുഖത്തിന് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കാം. രണ്ടാമത്തേത് സബ്സ്റ്റൻസ് അബ്യൂസ്. അത് ഈ കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെയുള്ള ഏത് ഗണത്തിലും പെടുന്ന കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും. കള്ള്, കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചുണ്ട് ഉയർത്തി കാട്ടിയതാണ് ഒരു തുള. ഇനി അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സ്ഥിരമായിട്ട് ഹാൻഡ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അതിങ്ങനെ വെച്ച് അവിടെ ഇപ്പോൾ തുളയായി. അത് മിക്കവാറും ക്യാൻസറായിട്ട് മാറുകയും ചെയ്യും. ഇത് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നതായ ശിക്ഷയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. ഷാലോം ടിവിക്കകത്തൊരു എപ്പിസോഡ്, ഞാൻ അത് ക്യാൻസർ രോഗികൾ അങ്ങനെയുള്ള വ്യക്തികൾ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റിയവർ, ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ തിരിച്ചു പറഞ്ഞു, അറിയാം, ഞങ്ങളുടെ കുടി, വലി, കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ഞങ്ങൾക്ക് വന്നു ഭവിച്ച വിപത്താണ്, വിനയാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു. മൂന്നാമത്തെ കാര്യമാണ് മദ്യപാനം. ഒരു ബൂമറാങ് പാപം പോലെ എടുത്തു കാണിച്ചിരിക്കുന്ന കാണാൻ പറ്റും. നമ്മൾ സുഭാഷിതങ്ങൾ 23:32 വായിച്ചാൽ മതി. നീ മദ്യത്തിന് നിന്നെ വിട്ടുകൊടുത്താൽ അവസാനം ഒരു പാമ്പിനെ പോലെ അത് നിന്നെ തിരിഞ്ഞു കൊത്തും. ബുമറാങ് വരുമ്പോലെ ഒരു പാമ്പിനെ പോലെ അത് നിന്നെ തിരിഞ്ഞു കൊത്തും എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു ആയുർവേദ ഡോക്ടർ മദ്യത്തിന് തൻ്റെ
ജീവിതം വിട്ടുകൊടുത്താണ് അവസാനം പുള്ളി മരിച്ചത് ലിവർ സിറോസിസ് ആയിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചടിക്കും എന്നുള്ളത് ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. നാലാമത്തെ കാര്യമാണ് അനീതി. അനീതി ബുമറാങ് പാപമാണ്, അത് നമുക്കിട്ട് തിരിച്ചടിക്കും. സുഭാഷിതങ്ങൾ 22:8 വചനം പറയുന്നുണ്ട്, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ ജീവിതത്തിന് വരാവുന്നത് എന്താണ്? ജോബ് 20:19 മുതൽ വായിച്ചാൽ, നീ പണിയാത്ത ഭവനം നീ പിടിച്ചെടുത്തു. അന്യൻ പണിതതാ അവർക്ക് വേണ്ടി, പക്ഷെ നിന്റെ സാമർഥ്യം കൊണ്ട് ഗുണ്ടായുസം കൊണ്ട് നീ പിടിച്ചെടുത്തായിരിക്കാം. അങ്ങനെയുള്ള നിനക്ക് വരാൻ പോകുന്നത്, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഉദരത്തിൽ എത്തിക്കഴിയുമ്പോൾ സർപ്പവിഷമായിട്ട് മാറും. ഇപ്പം എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി നമുക്കിട്ട് തിരിച്ചടിക്കും എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളും വചനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അഞ്ചാമത്തേതാണ് ദുരുദ്ദേശത്തോടെ ശപിക്കുന്നത്. നമുക്ക് ദുരുദ്ദേശത്തോടെ ഒരാളെ ശപിക്കാൻ പറ്റും, അവരെ നിരുന്മേഷരാക്കാൻ, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി അത് ചെയ്യാൻ പറ്റും. നീ മുടിഞ്ഞു പോകും, അങ്ങനെ പറയുന്നൊരവസ്ഥ. അത് ദുരുദ്ദേശത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അത് ചെയ്യുന്നവരുടെ തലയിൽ വിരിയായിട്ട് വീഴും. നമ്മളത് കേട്ട് ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 21:27 വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. അവസാനത്തെ 6ാമത്തെ കാര്യം ഇതാണ്, രഹസ്യം പരസ്യമാക്കുന്നത് ഒരു ബുമറാങ് പാപമാണ്. രഹസ്യം പ്രഭാഷകൻ 27:21 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇനി അവർക്ക് ഒരു നന്മയും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വചനം ഓർമ്മിപ്പിക്കാൻ. പ്രഭാഷകൻ 19 അതിൻ്റെ 10ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ കേട്ട രഹസ്യം നിന്നോടൊത്ത് മരിക്കണം. രഹസ്യം പരസ്യമാക്കല്ല, ചിലർക്ക് അതൊരു ഹരമാണ്. ഇനി അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. നമുക്ക് ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്ത് തിരുത്തുവാനുള്ള തീരുമാനമെടുത്ത് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.